Good afternoon, madam. Good afternoon, all. Okay, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോർച്ചറി സർവീസ് എന്നൊരു ചാപ്റ്റർ ആണ് തുടങ്ങിയത്. നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ നീഡ് ഫോർ മോർച്ചറി വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ? കുറച്ച് ദിവസത്തെ കാരണമാണ്. അപ്പൊ ഓർമ്മയുണ്ടോ എടുത്തതെല്ലാം? അല്ലെ, ഓണമൊക്കെ ആഘോഷിച്ച എല്ലാവരും? ഓണമൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു? നന്നായി ആഘോഷിച്ച എല്ലാവരും? ഓക്കെ, അപ്പൊ കുറച്ച് ദിവസമായല്ലോ, എടുത്തതൊക്കെ ഓർമ്മയുണ്ടോന്ന് അറിയില്ല. എങ്കിലും ജസ്റ്റ് നമുക്ക് ആദ്യം തുടങ്ങി ഒന്ന് പറഞ്ഞു നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു മോർച്ചറി എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലെ ഇൻവൈറ്റബിൾ പാർട്ടാണ് അല്ലെ? നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പാർട്ടാണ് മോർച്ചറി എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ മോർച്ചറി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മെയിൻ ആയിട്ട് ഡെഡ് ബോഡി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കുന്ന ഒരു ഇടമാണ് അല്ലെ? അത് കഴിഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും മറ്റു ക്ലിനിഷ്യൻസിനൊക്കെ വേണ്ടി അന്വേഷണത്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മോർച്ചറിയിൽ ഡെഡ് ബോഡി സൂക്ഷിക്കുന്നത്. നമ്മൾ പറഞ്ഞു മോർഗ്യൂ എന്ന് പറഞ്ഞൊരു വേർഡിൽ നിന്നാണ്, ഒരു ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് നമ്മള് മോർച്ചറി എന്നുള്ളൊരു മീനിങ് വന്നത്. ഈ മോർച്ചറി അല്ലെങ്കിൽ മോർഗ്യൂ മീൻസ് എന്ന് പറഞ്ഞു to look solemnly to defeat, അതായത് to hold seriously മീൻസ് എന്താണ് കാര്യക്ഷമമായിട്ട് സൂക്ഷിക്കുക, സീരിയസ് ആയിട്ട് സൂക്ഷിക്കുക എന്നാണ് അതിന്റെ മീനിങ്. നമ്മൾ പറഞ്ഞു നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷിലാണെങ്കിൽ മോർഗ്യൂ എന്നാണ് പറയുന്നത്. നമ്മള് കോമൺലി നമ്മളിവിടെ കേട്ടിട്ടുള്ളത് മോർച്ചറി തന്നെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞത്. നീഡ് ഫോർ മോർച്ചറി പറഞ്ഞായിരുന്നു. എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് നമ്മള് മോർച്ചറി ഉപയോഗിക്കുന്നത്? നമ്മൾ ഫസ്റ്റ്ലി പറഞ്ഞു മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ അധികമാരുടെയും ശ്രദ്ധയൊന്നും കിട്ടാത്ത ഒരു ഏരിയയിലായിരിക്കും മോർച്ചറി സ്ഥിതി ചെയ്യുന്നത്. വ്യക്തമായിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കും. അതുപോലെ തന്നെ ക്ലിയർലി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു എന്താ പറയാ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ് മോർച്ചറി എന്ന് പറയുന്നത്. പോലീസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ്, മെഡിക്കൽ സ്റ്റുഡൻസ്, സ്റ്റാഫ് എന്നിവർക്കെല്ലാം അത് പ്രയോജനകരമാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ഓരോ ഹോസ്പിറ്റലിലും അതിൽ തന്നെ മോർച്ചറി ഉള്ളത് കുറച്ചുകൂടി പബ്ലിക് റിലേഷനെ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് സോഷ്യലും ലീഗൽ ആയിട്ടുള്ള ആസ്പെക്ട് അനുസരിച്ചിട്ട് വേണം മോർച്ചറി സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് ഡെഡ് ബോഡീസിനോട് ഒരു ഇമോഷണലി ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്തെന്നുള്ളൂ. കുറച്ച് ദിവസമായില്ലേ ക്ലാസ്? നമ്മൾ നോക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് മോർച്ചറി. ഫങ്ഷൻസ് ഓഫ് മോർച്ചറി സർവീസ് എന്തൊക്കെയാണ് ഒരു മോർച്ചറി സർവീസിന്റെ ഫങ്ഷൻസ് എന്നാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കാം. To conserve the dead body till the formalities of the handling over of deceased is completed. എന്നാണ് നമുക്കറിയാം. മരിച്ച ആള് ഒരു ഡെഡ് ബോഡി അല്ലെ, ഇപ്പൊ മരിച്ച വ്യക്തിയുടെ ട്രാൻസ്ഫർ കൈമാറ്റത്തിനുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാകുന്നത് വരെ എന്ത് ചെയ്യുന്നു? മൃതദേഹങ്ങള് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മോർച്ചറി അനിവാര്യമാണ്. ഫോർമാലിറ്റീസും കാര്യങ്ങള് കൈകാര്യം ചെയ്തുകൊണ്ട് എന്താണ് മരിച്ചത്, അതിന്റെ പോസ്റ്റ്മോർട്ടം ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടപടിക്രമങ്ങൾക്ക് ശേഷം, അപ്പൊ ആ നടപടിക്രമങ്ങള് പൂർത്തിയാകുന്നത് വരെ ഡെഡ് ബോഡീസിനെ സംരക്ഷിക്കുന്നത് മോർച്ചറിയിലാണ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. സെക്കൻഡ് വൺ നോക്കാം. ടു കീപ് ദ ഡെഡ് ബോഡി അൺക്ലെയിംഡ് till relatives claim and take away for final disposal. Usually, bodies that are not claimed are kept for 72 hours and unless claimed till that period, disposal of dead body is done in keeping with existing policy of hospital and as per the law of land. എന്താ പറയുന്നത്? മൃതദേഹങ്ങള് ഡെഡ് ബോഡീസ് ക്ലെയിം ചെയ്യാത്തത് അല്ലെ? എന്താ ക്ലെയിം ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്ലെയിം ചെയ്യുക എന്ന് വെച്ചാൽ എന്താ അർത്ഥമാക്കുക? ക്ലെയിം തിരിച്ചറിയുക അല്ലെങ്കിൽ അതെന്താ പറയാ, ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ആക്സിഡന്റ് കേസുകളാണോ അല്ലെങ്കിൽ ഇപ്പൊ അജ്ഞാത മൃതദേഹങ്ങളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അല്ലെ? അപ്പൊ അതിനെല്ലാം തിരിച്ചറിയുക, അതിന്റെ ഒരു പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലെയിം ചെയ്യുക എന്ന് അർത്ഥമാക്കുന്നത്.
അപ്പോ അങ്ങനെ ക്ലെയിം ചെയ്യാത്ത ബോഡീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്താണ് ഇപ്പോൾ ലാസ്റ്റ് ആ മൃതദേഹം സംസ്കരിക്കുന്നത് വരെ അതിനെ നമുക്ക് സൂക്ഷിക്കണം. അതുപോലെ തന്നെ എന്താണ് ക്ലെയിം ചെയ്തിട്ട് ഈ നമ്മള് റിലേറ്റീവ്സ് വന്ന് ഡെഡ് ബോഡി എടുത്ത് കൊണ്ടുപോകുമല്ലോ, അതുവരെ എന്ത് ചെയ്യാം, ഡെഡ് ബോഡിയെ സൂക്ഷിക്കുക. ഇനി ഇൻ കേസ് ക്ലെയിം ചെയ്യാത്ത മൃതദേഹങ്ങളാണെങ്കിൽ, ഇപ്പൊ തിരിച്ചറിയാത്ത അജ്ഞാത മൃതദേഹങ്ങളോ മറ്റും അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ 72 hours ആണ് നമ്മൾ സൂക്ഷിക്കുന്നത്. 72 മണിക്കൂർ നമ്മൾ ആ ഡെഡ് ബോഡീസിനെ സൂക്ഷിക്കുകയും ആ ഒരു കാലയളവ് വരെ ക്ലെയിം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മൃതദേഹം ബാക്കി സംസ്കരിക്കാനായിട്ടുള്ള നടപടികൾ ചെയ്യും. അതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. ഓക്കെ, ക്ലെയിം ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയുക, അല്ലെങ്കിൽ മറ്റും ആക്സിഡന്റ് ആണോ സൂയിസൈഡ് ആണോ, അപ്പോ ഏത് രീതിയിലാണ് മരിച്ചതെന്നൊക്കെ ഉറപ്പാക്കണമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ ക്ലെയിമും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും, റിലേറ്റീവ്സിന് ഡെഡ് ബോഡി കൊടുത്തിട്ട് ബാക്കിയുള്ള സംസ്കരണത്തിനുള്ള പരിപാടികളൊക്കെ ചെയ്യും. ഇനി അഥവാ ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ 72 മണിക്കൂറാണ് നമ്മൾ ഈ ബോഡി കെപ്റ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം. To receive and store dead body that requires postmortem examination. അല്ലെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ചില കേസുകളിലൊക്കെ പോസ്റ്റ്മോർട്ടം ആവശ്യമാണ് അല്ലെ. ഏതൊക്കെ കേസുകളിലാണ് പോസ്റ്റ്മോർട്ടം ആവശ്യമായി വരുന്നത്? ഏതൊക്കെയാണ്? എക്സാമ്പിൾ ഒന്ന് കമന്റ് ചെയ്യാമോ? പോസ്റ്റ്മോർട്ടം എല്ലാ പേഷ്യൻസിനും പോസ്റ്റ്മോർട്ടം ചെയ്യാറുണ്ടോ? ഇല്ല അല്ലെ. MLC, ഓക്കെ, ആക്സിഡന്റ് കേസസുകള്, സൂയിസൈഡ് കേസ്, എല്ലാവർക്കും ആക്സിഡന്റ് സൂയിസൈഡ് മാത്രമേ പറയാൻ. സഡൻ ഡെത്ത് നമ്മൾ ചെയ്യാറുണ്ട്. എങ്ങനെയാണ് മരിച്ചെന്ന് അറിയണ്ടേ? ഇനിയാണെങ്കിലും അല്ല കൊലപാതകമാണോ അല്ലെങ്കിൽ തന്നെ മരിച്ചതാണോ, പോയിസൺ കേസുകള്, റേപ്പ് കേസുകള്, എല്ലാത്തിനും കുറച്ച് റയർ ആയിട്ടുള്ള കേസുകൾക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. സാഹചര്യത്തിൽ പഠിച്ചത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കേസുകൾക്ക് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യാറുണ്ട്. സോ ടു റിസീവ് ആൻഡ് സ്റ്റോർ ഡെഡ് ബോഡി, അതായത് പോസ്റ്റ്മോർട്ടത്തിനും മറ്റ് എക്സാമിനേഷനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഡെഡ് ബോഡി കീപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് നോക്കാം. ടു കണ്ടക്ട് മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്ക്. മെഡിക്കോ ലീഗൽ ആയിട്ടുള്ള പോസ്റ്റ്മോർട്ടം ജോലികളൊക്കെ വർക്കുകൾ നടത്താൻ വേണ്ടി നമ്മൾ ഡെഡ് ബോഡി സൂക്ഷിക്കുന്നു. മെഡിക്കോ ലീഗൽ കേസസിനൊക്കെ വേണ്ടിയിട്ടും പോസ്റ്റ്മോർട്ടത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡെഡ് ബോഡി അവിടെ കീപ്പ് ചെയ്യുന്നു. To give teaching program for undergraduate and postgraduate. അതുപോലെ തന്നെ ഡെഡ് ബോഡീസിനെ കുറിച്ചൊക്കെ ഈ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനൊക്കെ പ്രോഗ്രാംസിന് വേണ്ടിയിട്ടും നമ്മൾ മോർച്ചറിയിൽ സൂക്ഷിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവും, മെഡിക്കൽ ഫീൽഡിൽ അല്ലെങ്കിൽ മെഡിസിൻസിന് പഠിക്കുന്ന സ്റ്റുഡൻസ്, ഡോക്ടേഴ്സ് ഒക്കെ ഡെഡ് ബോഡിയൊക്കെ വെച്ചൊക്കെ ഡോക്ടേഴ്സ് അവരെ മീൻസ് ഓരോ എന്തെങ്കിലും ഇപ്പോ ഓർഗൻസോ അങ്ങനെ മറ്റും മീൻസ് അവരെ ക്ലാസ് മീൻസ് ആ ഡെഡ് ബോഡി വെച്ചിട്ട് അവർക്ക് പഠിപ്പിക്കാറുണ്ട്, ടീച്ചിങ് ചെയ്യാറുണ്ട്. ഇല്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാകുമോ? ഇല്ലേ? നമ്മൾ മരിച്ചു കഴിയുമ്പോ ചിലപ്പോ തോന്നുന്നു ജീവിച്ചിരിക്കുമ്പോ തന്നെ നമ്മുടെ ഞാൻ മരിച്ചു കഴിയുമ്പോ എന്റെ ഡെഡ് ബോഡി ഇന്ന മെഡിക്കൽ കോളേജിലേക്കൊക്കെ നൽകാറുണ്ട്. ഇല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നമ്മുടെ അവയവദാനങ്ങളൊക്കെ ഇപ്പൊ കണ്ണ് നൽകാറുണ്ട്. അതുപോലെ മറ്റു അവയവങ്ങളൊക്കെ ജീവിച്ചിരിക്കുമ്പോ തന്നെ അതിനുള്ള സമ്മതപത്രമൊക്കെ അവർ എഴുതി കൊടുക്കാറുണ്ട്. അപ്പോ ഇതുപോലെ തന്നെയാണ് ചില വ്യക്തികൾ അവരുടെ മീൻസ് അവരുടെ ബോഡി, അവരുടെ ശരീരം ഇന്ന ഹോസ്പിറ്റലുകൾക്ക് വേണ്ടി കൊടുക്കാറുണ്ട്. മീൻസ് നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ പഠിക്കാനും മറ്റും വേണ്ടിയിട്ട്. സോ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, മോർച്ചറിയുടെ ഒരു ഫംഗ്ഷൻ ആണ് അവർക്ക് സ്റ്റുഡൻസിനൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. Then the type of dead body preserved in the mortuary can be classified. രണ്ട് തരത്തിൽ നമ്മൾ മോർച്ചറിയിൽ ഈ ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്നുണ്ട്. നോൺ മെഡിക്കോ ലീഗൽ കേസസുകൾക്കും മെഡിക്കോ ലീഗൽ കേസസുകൾക്കും. അല്ലാതെ വരുന്ന മെഡിക്കൽ ലീഗൽ പരമായിട്ട് വില പ്രശ്നമൊന്നും ഇല്ലാത്ത തരം ഡെഡ് ബോഡീസിനെ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ റേപ്പ് കേസുകളോ അങ്ങനെയുള്ള റേപ്പ് കേസുകളൊക്കെ വരുമ്പോൾ മെഡിക്കോ ലീഗൽ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. പോസ്റ്റ്മോർട്ടം തുടങ്ങിയ അല്ലെങ്കിൽ ഫോറൻസിക്കോ അങ്ങനെ അന്വേഷണങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, മോർച്ചറി നമ്മൾ ഉപയോഗിക്കുന്നു. അല്ലാതെ വരുന്ന കേസസ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ മരിച്ച റിലേറ്റീവ്സ് ഒക്കെ പുറത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 2-3 ദിവസമൊക്കെ മോർച്ചറിയിൽ ഈ ഡെഡ് ബോഡി സൂക്ഷിച്ചതിന് ശേഷമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീട്ടിലേക്ക് ബോഡി കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മോർച്ചറിയിൽ ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഒരു മോർച്ചറിയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കിക്കോളൂ ഫങ്ഷൻസ്. ഓരോ ഫംഗ്ഷനും വായിച്ചു നോക്കാം. ജസ്റ്റ് അതൊന്ന് മനസ്സിലൊന്ന് അർത്ഥമൊന്ന് നിങ്ങളൊന്ന് കാണാം.
നിങ്ങൾ ബൈഹാർട്ട് ചെയ്തൊരിക്കലും പഠിക്കരുത്, അർത്ഥം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അവിടെ 72 hours നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്തോളൂ, എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം. ക്ലെയിം ചെയ്യാത്ത ഡെഡ് ബോഡീസ് എത്ര അവർ ആണ് നമ്മൾ സൂക്ഷിക്കുന്നത്? 72 hours ആണ് ക്ലെയിം ചെയ്യാത്ത ഡെഡ് ബോഡീസ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോളൂ. 72. ഓരോ പോയിന്റ് വായിക്കാം, അതിന്റെ മീനിങ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. നമ്മൾ ഒരിക്കലും ബൈ ഹാർട്ട് ചെയ്യണ്ട, നിങ്ങൾ ആ മീനിങ് മനസ്സിലാക്കി പഠിച്ചോളൂ. വായിച്ചെല്ലാവരും ഫങ്ഷൻസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്ലാനിങ് പാരാമീറ്റേഴ്സ് ഓഫ് എ മോർച്ചറി. മോർച്ചറിയുടെ പ്ലാനിങ് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. ഫസ്റ്റ് വൺ ലൊക്കേഷൻ, അതുപോലെ തന്നെ സ്പേസ് റിക്വയർമെന്റ്. എങ്ങനെയാണ് സ്പേസിന്റെ റിക്വയർമെന്റ്? രണ്ട് കാര്യങ്ങളാണ് പ്ലാനിങ്ങിൽ പറയുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ ലൊക്കേഷൻ. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ, എവിടെയായിട്ടാണ് മോർച്ചറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? എവിടെയായിട്ടാണ്? നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് അല്ലെ, എവിടെയായിട്ടാണ് മോർച്ചറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഏത് ഫ്ലോറിലായിരിക്കും മോർച്ചറി സാധാരണയായിട്ട് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്? മോർച്ചറി എവിടെയായിട്ടാണ്? ഡ്യൂബിയസ് പ്ലേസിലാണ്, ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും, സെപ്പറേറ്റ് ബിൽഡിംഗിലായിരിക്കും. ഓക്കെ അല്ലെ, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. നോക്കാം. ലൊക്കേഷൻ. The location should be dubious obscure place in a separate building to where dead bodies can be reached in a non-disturbing way. There should be easy access from wards, ICU, OT, emergency and pathology department. അപ്പോ നമ്മൾ പറഞ്ഞു ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ഡ്യൂബിയസ് ആയിട്ടുള്ള, അവ്യക്തമായിട്ടുള്ള ഒരു സംശയാസ്പദമായിട്ടുള്ള അല്ലെങ്കിൽ അവ്യക്തമായിട്ടുള്ള ഒരു ഏരിയയിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ബിൽഡിംഗിലായിരിക്കും ഒരു മോർച്ചറി സ്ഥിതി ചെയ്യുന്നത്. ചില മിക്ക ഹോസ്പിറ്റലുകളിലും അങ്ങനെ തന്നെയാണ് അല്ലെ, നിങ്ങൾ കണ്ടിട്ടുള്ളത് അങ്ങനെയാണോ? സെപ്പറേറ്റഡ് ആയിട്ട് ചിലപ്പോ ഏകദേശം ഒരു ബാക്ക് സൈഡിലൊക്കെ ആയിരിക്കും മോർച്ചറി കണ്ടുവന്നിട്ടുള്ളത്. ആണോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യെസ്. ഓക്കെ, സൗമ്യ ശ്രദ്ധിച്ചിട്ടുള്ളത് ഇതുപോലെ സെപ്പറേറ്റ് ബിൽഡിംഗ് ആണോ? ശ്രദ്ധിച്ചിട്ടുള്ളവരെന്ന് പറയണേ. സെപ്പറേറ്റഡ് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു ഹോസ്പിറ്റലിന്റെ ബാക്ക് സൈഡിലൊക്കെ ആയിരിക്കും. അതെന്ന് പറഞ്ഞത് അല്ലെ, ഏകദേശം സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ബാക്ക് സൈഡിലുള്ള ബിൽഡിംഗ് ഒക്കെ ആയിരിക്കും മോർച്ചറി സ്ഥിതി ചെയ്തിരിക്കുന്നത്. Then where the dead bodies can be reached in a non-disturbing way. ഒരു സെപ്പറേറ്റ് അല്ല, ബാക്ക് സൈഡിലായിരിക്കും. സെപ്പറേറ്റ് അല്ലെങ്കിൽ ഏകദേശം പെട്ടെന്ന് നമുക്ക് കാഴ്ചയിൽ കാണാൻ പറ്റില്ല അല്ലെ. ഇപ്പൊ നമ്മള് ജസ്റ്റ് ഒരു എൻട്രൻസിൽ വന്നാൽ കാണാനോ അങ്ങനെയൊന്നും പറ്റില്ല. കാണപ്പെടാത്തൊരു ഏരിയയിലായിരിക്കും. ചിലപ്പോ നമ്മള് ഏതെങ്കിലും കാരണത്താൽ എന്തെങ്കിലും വേറെ ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ച് പോകുന്ന വഴിയിലായിരിക്കാം നമ്മള് ചിലപ്പോ മോർച്ചറി നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവുന്നത് അല്ലെ. അല്ലാതെ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരിക്കലും മോർച്ചറി മിക്കവാറും അങ്ങനെ ആയിരിക്കും അല്ലെ, അവ്യക്തമായിട്ടുള്ള ഒരു ഏരിയയിൽ തന്നെ ആയിരിക്കും സ്ഥിതി ചെയ്യുന്നത്.
അപ്പോ നമ്മൾ പറഞ്ഞത് എന്താണ് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കും. അതുപോലെ തന്നെ പ്രത്യേക സെപ്പറേറ്റ് ബിൽഡിങ്ങിലാണ്. അതുപോലെ വേറെ ഡിസ്റ്റർബ് കാര്യങ്ങളൊന്നും നമ്മൾ കടക്കാത്ത രീതിയിലുള്ള ഒരു ഏരിയ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞത്. വേറെ എൻട്രൻസിലെ വേറെ ശബ്ദങ്ങളോ ഡിസ്റ്റർബൻസ് ഒന്നും കടക്കാത്ത രീതിയിലായിരിക്കും മോർച്ചറി സ്ഥിതി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ there should be easy access from ward, ICU, OT, emergency and pathology department. And the OT means OT means എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ. അപ്പോ അതുപോലെ തന്നെ വാർഡ്, ICU, OT, അതുപോലെ എമർജൻസി, പാത്തോളജി ഡിപ്പാർട്ട്മെന്റ് എന്നിവിടങ്ങളിൽ നിന്നൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ എത്താനും പറ്റുന്ന തരത്തിലുള്ള ഒരു ഏരിയയിലായിരിക്കും നമ്മുടെ മോർച്ചറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ലൊക്കേഷൻസിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ നോക്കാം, സ്പേസ് റിക്വയർമെന്റ്. എങ്ങനെയാണ് ഒരു മോർച്ചറിയുടെ ഉള്ളിലെ സ്പേസ് എന്ന് നോക്കാം. Space requirement relies on the size and type of hospital and the workload. ഓരോ ഹോസ്പിറ്റലിന്റെ സൈസും അവിടുത്തെ ഒരു തയ്യാറെടുപ്പനുസരിച്ചിട്ടായിരിക്കും ആ ഹോസ്പിറ്റലിലെ മോർച്ചറി സ്ഥിതി ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ള അത്രയും ഡീപ്പായിട്ടുള്ള മോർച്ചറി ഒക്കെ തന്നെയായിരിക്കും അല്ലെ. ആ ഹോസ്പിറ്റലിന്റെ സൈസിനനുസരിച്ചിട്ടുള്ള തരത്തിലുള്ള മോർച്ചറി ആയിരിക്കും നമ്മൾ സ്പേസ് ഉള്ളത്. നോക്കാം, കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട്, COPP. അതായത് ഹോസ്പിറ്റലിലെ ഒരു സംഘടന എന്ന് പറയാം. COPP അണ്ടർലൈൻ ചെയ്യാൻ എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട്. അപ്പോ ഈ കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് ആണ് നമ്മളുടെ ഈ ഒരു മോർച്ചറിയുടെ കാര്യങ്ങളും മറ്റും എങ്ങനെയാണ് സ്പേസും കാര്യങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോ ഈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 to 8 സ്ക്വയർ ഫീറ്റ് ആണ്. സ്ക്വയർ ഫീറ്റ് ബട്ട് ആസ് ജനറൽ ഗൈഡ് ലൈൻസ്. അതായത് 6 തുടങ്ങി 8 വരെയുള്ളൊരു സ്ക്വയർ ഫീറ്റ് ആണ് ഒരു റൂം. ആ ഒരു മോർച്ചറിയുടെ റൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സ്ക്വയർ ഫീറ്റ് ആയിരിക്കണം എന്നാണ് ഈ കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അവരുടെ ആ ഒരു എന്താ പറയാ ആ ഒരു അനുമാനത്തിലായിരിക്കും ഈ മോർച്ചറി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് സ്പേസ് റിക്വയർമെന്റിൽ പറയുന്നത്. അവിടെ ഇമ്പോർട്ടന്റ് ആണ്. COPP പ്രാധാന്യമുണ്ട്. COPP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മളോരോ കമ്മിറ്റികളൊക്കെ ഉണ്ടാവില്ലേ. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഇപ്പോൾ ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ടാവും, ദുരന്ത നിവാരണ കമ്മിറ്റി. അപ്പൊ ആ ടൈമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ആ കമ്മിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ ഹോസ്പിറ്റലിനുള്ളിലുള്ള ഒരു കമ്മിറ്റിയാണ് COPP എന്ന് പറയുന്നത്. അപ്പൊ ആ കമ്മിറ്റിയാണ് എത്ര സ്ക്വയർ ഫീറ്റ് പണിയണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. പ്ലാൻ പ്രൊജക്ട് ആണ്. അത് മോർച്ചറി മാത്രമായിരിക്കില്ല, ഏത് ഡിപ്പാർട്ട്മെന്റ് പണിയുമ്പോഴും അതിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് ആയിരിക്കും. അതുമായിട്ട് പ്ലാനിങ്ങും അങ്ങനെയുള്ള സ്പേസ് റിക്വയർമെന്റും ഇങ്ങനെ എന്തെങ്കിലും പുതിയ ബിൽഡിംഗ് ഒക്കെ പണിയണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പ്ലാൻ പ്രൊജക്ട് കമ്മിറ്റി തീരുമാനിക്കുന്നത്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല. ജസ്റ്റ് എന്താണ് അവരാണ് ആ സ്ക്വയർ ഫീറ്റ് തീരുമാനിക്കുന്നത് എന്നാണ് പറയുന്നത്. ഫുൾ ഫോം പഠിച്ചു വെക്കണം. ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിനെ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ലൊക്കേഷൻ നോക്കി, അതുപോലെ തന്നെ സ്പേസ് റിക്വയർമെന്റ് ആണ് നമ്മൾ നോക്കിയത്. നെക്സ്റ്റ് എടുക്കാം, ഫങ്ഷണൽ ഏരിയാസ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് മോർച്ചറിയുടെ ഫങ്ഷണൽ ഏരിയകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു പോയിന്റ് ആയിട്ട് തന്നിരിക്കുകയാണ് ഫങ്ഷണൽ ഏരിയ. ടോട്ടലി 12 ഫങ്ഷണൽ ഏരിയ ഉള്ളത് നമുക്ക് പഠിക്കാനായിട്ട്. എളുപ്പമാണ്, വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഫസ്റ്റ് വൺ നോക്കാം, പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ അല്ലെ. അപ്പൊ നിങ്ങൾ മോർച്ചറി കണ്ടിട്ടുള്ള കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉള്ളിലല്ല പുറമേ നിന്നും കണ്ടിട്ടുള്ളവരുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പോ ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മളെ ഒരു സെപ്പറേറ്റ് കവർ ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും അല്ലെ. അല്ലെങ്കിൽ മോർച്ചറിയുടെ ഫ്രണ്ടിലായിട്ട് ഈ നമ്മളെ മറ്റേ ഷീറ്റ് കിട്ടുന്ന ഒരു ഏരിയ ആയിരിക്കും. മിക്കവാറും അങ്ങനെയൊക്കെ ആയിരിക്കാം. ആണോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ കണ്ടവര്? ഇതുപോലെ ആംബുലൻസ് ഒക്കെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയയും കവേർഡ് ആയിട്ടുള്ള മീൻസ് ഷീറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു ഏരിയ ആയിരിക്കും അല്ലെ. ഫിലിംസിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, എവിടെയെങ്കിലും കണ്ടാൽ മതി, ഫിലിംസിലായിക്കോട്ടെ അല്ലെ. ഷീറ്റ് ഒക്കെ ഇട്ടേ വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ, ഒരു പാർക്കിംഗ് ഏരിയ പോലെയൊക്കെ ഉണ്ടാകും അല്ലെ. പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ പോലെയൊക്കെ തന്നെയായിരിക്കും. നോക്കാം,
ample parking area with a covered area of about 18 meters square for vehicles should be facilitated at the entrance to the body store in order to protect from wet weather and screen from adjacent area with an exit to secondary road or parking area. അതായത് നമ്മൾ പറഞ്ഞു എന്താണ് ഒരു പൊതുവൊരു പോർട്ടിക്കൊക്കെ ഉള്ള ഒരു ഏരിയ ആയിരിക്കും അത്യാവശ്യം പാർക്കിംഗ് വാഹനങ്ങൾക്കായിട്ട് പ്രത്യേകം ഒരു 18 മീറ്റർ സ്ക്വയർ ഏരിയയിൽ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കണം പാർക്കിങ്ങിന് വേണ്ടി മാത്രം സെപ്പറേറ്റഡ് ആയിട്ട്. അതുപോലെ തന്നെ എന്താണ് vehicle should be facilitated at the entrance to the body store in order to protect from. അതുപോലെ തന്നെ നമ്മൾ ബോഡിയിലെ വെഹിക്കിളിലോട്ട് കയറ്റുന്നതിന് മുമ്പ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള വെറ്റ് വെയർ ആൻഡ് സ്ക്രീൻ. അതായത് ഇപ്പോ ബോഡിയിൽ നമ്മൾ ഈ മോർച്ചറിന്റെ അടുത്ത് വണ്ടിയിലോട്ട് കയറ്റുമല്ലോ നമ്മള്. അപ്പോൾ ഈ വെതർ മീൻസ് ഇപ്പൊ മഴയും മറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പൊതിഞ്ഞ ഒരു കവർ ചെയ്ത് പോർട്ടിക്ക് ഉണ്ടെങ്കിൽ അത് സേഫ് ആണ് അല്ലെ. ഡെഡ് ബോഡീസ് എടുക്കുമ്പോ നനയൊന്നുമില്ല അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ കവേർഡ് പോർട്ടിക്കോ നിർമ്മിച്ചിരിക്കുന്നത്. മീൻസ് ഡെഡ് ബോഡി അതുപോലെ തന്നെ ക്ലൈമറ്റ് മീൻസ് മഴയുന്നതും മറ്റും മീൻസ് സേഫ് ആകാൻ വേണ്ടിയിട്ടാണ് ഈ കവേർഡ് ആയിട്ടുള്ള പോർട്ടിക്കോ വേണം എന്ന് പറയുന്നത്. മീൻസ് ഞാനൊന്ന് പറഞ്ഞല്ലോ ഇപ്പൊ ഭയങ്കര മഴയൊക്കെ ആണെങ്കിൽ ഡെഡ് ബോഡിനെ നമ്മള് ഈ വണ്ടിയിലേക്ക് ആംബുലൻസിലേക്ക് കയറ്റുമ്പോഴൊക്കെ നനയാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഒന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കവേർഡ് ആയിട്ടുള്ള പോർട്ടിക്കോ വേണം എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് പറയുന്നത് കവേർഡ് പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. സെക്കൻഡ് വൺ റിസപ്ഷൻ. റിസപ്ഷനിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. The place where bodies are observed and documents examined. It should be easily reachable and approachable. അതായത് നമ്മള് ഡെഡ് ബോഡീസ് കൊണ്ടുവരുമ്പോൾ അതിനെ നിരീക്ഷിക്കുകയും അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് അല്ലെ രേഖകളൊക്കെ പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു ഏരിയയാണ് റിസപ്ഷൻ എന്ന് പറയുന്നത്. Then it should be easily reachable. അത് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഒരു സ്ഥലത്ത് ആയിരിക്കണം റിസപ്ഷൻ എന്ന് പറയുന്നത്. Then മൂന്നാമത്തത് ട്രോളി ബേ. എന്തായിരിക്കും ഇവിടെ മോർച്ചറിയിൽ ട്രോളി ബേ എന്ന് ഉദ്ദേശിക്കുന്നത്? ട്രോളി എന്ന് വെച്ച് നമുക്കറിയാം മെഡിസിൻസ് കൊണ്ടുപോകുന്ന ട്രോളിയൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. മോർച്ചറിയെ സംബന്ധിച്ചിട്ട് എന്തായിരിക്കും ട്രോളി എന്ന് ഉദ്ദേശിക്കുന്നത്? മോർച്ചറിയില് സ്ട്രക്ചർ പോലത്തെ അതായത് ഡെഡ് ബോഡീസ് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഉപകരണം അല്ലെ. The proper space needed for trolley bay is 3 meters square. 3 meter square ആണ് ഒരു ട്രോളി ബേക്ക് ആവശ്യമായിട്ടുള്ളത് പറയുന്നത്. ബോഡി കൊണ്ടുപോകുന്നത്. The trolley is used for transportation of the dead body. ഡെഡ് ബോഡിയെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രോളി ബേ ഉപയോഗിക്കുന്നത്. It should be within the reach of the reception. അതായത് റിസപ്ഷന്റെ ആ ഒരു പരിധിയിൽ തന്നെ ആയിരിക്കണം ഈ ട്രോളി ബേയും നിർമ്മിച്ചിട്ട് അവിടെ ഉണ്ടായിരിക്കണം. Then fourth one, waiting area. A waiting room of 15 meters square is suggested for the entry to visitors and relatives. വെയിറ്റിംഗ് റൂം എന്ന് പറഞ്ഞാൽ ഒരു 15 മീറ്റർ സ്ക്വയറിലായിരിക്കണം വെയിറ്റിംഗ് റൂം നിർമ്മിച്ചിരിക്കുന്നത്. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? എൻട്രി ടു വിസിറ്റേഴ്സിനും റിലേറ്റീവ്സിനും. ഇവിടെ വിസിറ്റേഴ്സും റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഇപ്പൊ ബോഡി ഐഡന്റിഫൈ ചെയ്യാനൊക്കെ വരില്ലേ, റിലേറ്റീവ്സിനെയൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് റൂം ആണ്. അത് ഏകദേശം ഒരു 15 മീറ്റർ സ്ക്വയറിൽ ആയിരിക്കണം വെയിറ്റിംഗ് റൂം എന്നാണ് പറയുന്നത്. Fifth one, storage chamber. Dead body storage ചെയ്ത് വെക്കുന്ന ഏരിയ. അവിടെ മെയിൻ ആയിട്ട് 2 ഏരിയ വരുന്നുണ്ട്. പോസിറ്റീവ് ടെമ്പറേച്ചറും നെഗറ്റീവ് ടെമ്പറേച്ചറും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ അതൊന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് പോസിറ്റീവ് ടെമ്പറേച്ചറും നെഗറ്റീവ് ടെമ്പറേച്ചറും നോക്കാം. ലൊക്കേഷൻ തുടങ്ങി നമ്മൾ 4 പോയിന്റ് ആണ് പറഞ്ഞത്. അവിടെ വരെ ഒന്ന് നന്നായിട്ട് വായിക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം.
ലൊക്കേഷൻ നോക്കുക. COPP ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് പോകുക. വായിക്കുന്നതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യണം. ഫങ്ഷണൽ ഏരിയ 4 നമ്മൾ പറയുന്നത് അതുവരെ വായിക്കണം കേട്ടോ. പറഞ്ഞത് ക്ലിയർ ആണോ? നോയ്സ് വരുന്നുണ്ടോ? ഓക്കെ, എന്തായിരുന്നു ഡ്യൂബിയസ് ക്വസ്റ്റ്യനിൽ അവ്യക്തമായിട്ടുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. അവ്യക്തമായിട്ടുള്ള മീനിങ് ആണ്. എന്തുപറ്റി ക്ലാസ് ഡിസ്റ്റർബ് എന്ന് പറഞ്ഞത്? വേറെ സൗണ്ട് വരുന്നത് എന്തുപറ്റി? അൺമ്യൂട്ട് ആണല്ലോ എല്ലാവരും, അൺമ്യൂട്ട് ആണല്ലോ. വേറെ ക്ലാസ് എടുക്കുന്ന സൗണ്ട് ആണോ കേൾക്കുന്നത്? എന്തായാലും ഡിസ്റ്റർബ് ആയിട്ട് തോന്നി? നെക്സ്റ്റ് ക്ലാസിന്റെ സൗണ്ട് ആണോ? എന്തൊക്കെയോ സൗണ്ട് ഉണ്ട്. ഓക്കെ, ഞാൻ ക്ലാസ് എടുക്കുന്നത് ഓക്കെ ആണോ? മീൻസ് പറയുമ്പോ ക്ലിയർ ആണോ? ഓക്കെ, വളരെ ഡിസ്റ്റർബ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. ഓക്കെ, ഇത്രയും വായിച്ചില്ലാവയോ? വെയിറ്റിംഗ് ഏരിയ വരെ വായിച്ചോ? ഓക്കെ, അപ്പോ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റോറേജ് ചേംബർ ആണ്. അതായത് നമ്മൾ ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്ത് കീപ്പ് ചെയ്ത് വെക്കുന്ന ഏരിയകൾ. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ പോസിറ്റീവ് ടെമ്പറേച്ചർ ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ടെമ്പറേച്ചർ ഉണ്ട്. ഈ ഭാഗം ഒന്ന് ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ബുദ്ധിമുട്ടൊന്നുമില്ല, എങ്കിലും കുറച്ചൊന്ന് മനസ്സിലാക്കാനുണ്ട്. ഇപ്പോ ഫസ്റ്റ് വൺ നമുക്ക് പറയാം പോസിറ്റീവ് ടെമ്പറേച്ചർ. പോസിറ്റീവ് ടെമ്പറേച്ചറിൽ എങ്ങനെയാണ് ഡെഡ് ബോഡി സൂക്ഷിക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത്. നമുക്ക് കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണല്ലോ ഇത്. മറ്റു ഡിപ്പാർട്ട്മെന്റുകളാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അല്ലെ. പക്ഷെ മോർച്ചറി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അധികം ഒട്ടും തന്നെ അറിയാൻ പാടില്ലാത്തൊരു ഏരിയ ആണെന്ന് തന്നെ പറയാം അല്ലെ. നമ്മൾ ജസ്റ്റ് കണ്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, കൂടുതലായിട്ട് ഡീറ്റെയിൽ ഒന്നും നമുക്ക് അറിയാൻ പാടില്ല. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും അറിവൊക്കെ ഉണ്ടാക്കാം അല്ലെ. അല്ലാത്ത ആർക്കെങ്കിലും എന്തെങ്കിലും അറിവുണ്ടോ മോർച്ചറിയെ കുറിച്ച്? എന്തെങ്കിലും കാര്യങ്ങള് നമ്മളെ പഠിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ മോർച്ചറിയുമായിട്ട് നമുക്കൊരു ഐഡിയ ഇല്ല അല്ലെ. എനിക്കറിയാം, കാരണം മറ്റേത് ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ വാർഡായിക്കോട്ടെ, ICU, ലേബർ റൂം, ഇതെല്ലാം നമുക്ക് എന്തെങ്കിലും ചെറിയൊരു അറിവുണ്ട് അല്ലേ. ഇപ്പോ അല്ലെ നമ്മള് എന്തെങ്കിലും ഒരു കുറച്ച് അറിവുണ്ടാവും. പക്ഷെ ഇവിടെ കുറച്ചും കൂടി ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് ശ്രദ്ധയോടെ തന്നെ കേട്ടിരിക്കുക. അപ്പോ ഫസ്റ്റ് വൺ പോസിറ്റീവ് ടെമ്പറേച്ചർ. പോസിറ്റീവ് ടെമ്പറേച്ചറിൽ നമ്മൾ പറയുന്നത് നോക്കാം. Bodies are kept between 2 degrees Celsius and 4 degrees Celsius.
പോസിറ്റീവ് ടെമ്പറേച്ചറിൽ നമ്മൾ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നത് 2 ഡിഗ്രി തുടങ്ങി 4 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. While this is usually used for keeping bodies for up to several weeks, means ആഴ്ചകളോളം ഡെഡ് ബോഡി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 and 2 ഡിഗ്രി മുതൽ 4 ഡിഗ്രി സെൽഷ്യസിലെ ബോഡിനെ നമ്മൾ സൂക്ഷിക്കുന്നത്. അതായത് കൂടുതൽ മാസങ്ങളോളം നിൽക്കുന്നെല്ലാം പറയുന്നത് ആഴ്ചകളോളം, 2 ആഴ്ചയോ അല്ലെങ്കിൽ ഒരു 3 ആഴ്ചയോളം നമുക്ക് ഡെഡ് ബോഡി കീപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു 2 ഡിഗ്രി മുതൽ 4 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ആ ഡെഡ് ബോഡിയെ സൂക്ഷിക്കുന്നത്. Then it does not prevent decay. എന്താ decay എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ജീർണിക്കുക എന്നൊക്കെ പറയും അല്ലെ. എന്തിന്റെ ശരീരങ്ങളൊക്കെ ജീർണിക്കും, അഴുകുന്ന ഒരവസ്ഥ അല്ലെ. It does not prevent decay. ഇത് ഒരിക്കലും ജീർണിക്കുന്നതിനെ തടയുന്നില്ല. Which continues at slower rate than at room temperature. അല്ലെ, അതായത് ആ ഒരു റൂമിലെ ടെമ്പറേച്ചറും കുറഞ്ഞൊരു ടെമ്പറേച്ചർ തുടരുന്നതനുസരിച്ചിട്ട് ചിലപ്പോൾ കുറച്ച് ഒരു 2-3 ആഴ്ചകൾക്ക് ചെറിയ രീതിയിലൊക്കെ ഒന്ന് ജീർണിച്ച് തുടങ്ങിയേക്കാം. മുഴുവനായിട്ടും ജീർണിക്കാതിരിക്കില്ല എന്നാണ് പറയുന്നത്. അതായത് ആഴ്ചകളോളം നിലനിൽക്കാൻ ഡെഡ് ബോഡീസിന് ആഴ്ചകളോളം സൂക്ഷിക്കുന്നതിനെയാണ് പോസിറ്റീവ് ടെമ്പറേച്ചറിൽ ചെയ്യുന്നത്. 2 ഡിഗ്രി തുടങ്ങി 4 ഡിഗ്രി വരെ സെൽഷ്യസിലാണ് നമ്മൾ ആ ഡെഡ് ബോഡിനെ കീപ്പ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് അതൊരു 3 ആഴ്ചയോ 4 ആഴ്ചയോ വരെയൊക്കെ മാക്സിമം ഡെഡ് ബോഡി നിൽക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിലാതെ ഡെഡ് ബോഡി എന്ത് ചെയ്യും, ജീർണിച്ച് തുടങ്ങും. അല്ലാതെ മുഴുവനായിട്ടും അത് ജീർണിക്കാതിരിക്കില്ല. കാരണം 2 ഡിഗ്രി ടെമ്പറേച്ചർ ആണല്ലോ, സോ നമ്മൾ എന്ത് ചെയ്യില്ല, ജീർണിക്കില്ല. സെക്കൻഡ് വൺ പറയുന്നത് നെഗറ്റീവ് ടെമ്പറേച്ചർ. അപ്പൊ നിങ്ങൾ ആ ടെമ്പറേച്ചർ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടണേ. പോസിറ്റീവിലും നെഗറ്റീവിലും ഉപയോഗിക്കുന്ന ടെമ്പറേച്ചറുകൾ ഇമ്പോർട്ടന്റ് ആണ്. പോസിറ്റീവിലാണെങ്കിൽ 2 ഡിഗ്രി സെൽഷ്യസ് ആണ്, 4 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉപയോഗിക്കുന്നത്. അത് ആഴ്ചകളോളം സൂക്ഷിക്കാനാണ് ഈ ഒരു പോസിറ്റീവ് ടെമ്പറേച്ചർ നമ്മൾ ഉപയോഗിക്കുന്നത്. നെഗറ്റീവ് ടെമ്പറേച്ചർ. നെഗറ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നെഗറ്റീവ് വരുന്നുണ്ട്, നോക്കാം. Bodies are kept at between negative 15 degree Celsius and 25 degree Celsius. Negative 15 ഡിഗ്രിക്ക് അല്ലെങ്കിൽ 25 ഡിഗ്രിക്കും ഇടയിലാണ് നെഗറ്റീവ് ടെമ്പറേച്ചറിൽ ബോഡി കീപ്പ് ചെയ്യുന്നത്. Usually used at forensic institute, അതായത് ഫോറൻസിക് അന്വേഷണങ്ങൾക്കും അതുപോലെ തന്നെ ഐഡന്റിഫിക്കേഷൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു നെഗറ്റീവ് ടെമ്പറേച്ചറിൽ നമ്മൾ ഡെഡ് ബോഡി സൂക്ഷിക്കുന്നത്. At this temperature, the body is completely frozen and decay is totally stopped. ഇവിടെ പറയുന്നത് നെഗറ്റീവ് 50 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെഡ് ബോഡിയെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫ്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബോഡി അത്രയും ഇതായിട്ട് ഫ്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഇപ്പൊ പറഞ്ഞ പോലെ ചിലപ്പോ എന്താണ് ജീർണിക്കുന്നതിനെ തടയാവുന്നത്. മീൻസ് അത്ര പെട്ടെന്ന് ഡെഡ് ബോഡി ജീർണിക്കില്ല. നമ്മള് പോസിറ്റീവില് പറഞ്ഞത് ആഴ്ചകളോളം മാത്രം ഡെഡ് ബോഡി നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 2 and 4 ഡിഗ്രി സെൽഷ്യസിൽ ഉപയോഗിക്കുന്നത്. നെഗറ്റീവ് ആകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ, മീൻസ് ഇതുപോലെ കേസ് അന്വേഷണങ്ങൾക്കും ഫോറൻസിക്കിനൊക്കെ വേണ്ടിയിട്ട് ഡെഡ് ബോഡി കുറച്ചു കാലത്തോളം കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണ് നെഗറ്റീവ് ടെമ്പറേച്ചറിൽ ഡെഡ് ബോഡി കീപ്പ് ചെയ്യുന്നത്. അതായത് ജീർണിക്കുന്നതിന് ടോട്ടലി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നത്. കാരണം അത്ര ഫ്രീസർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ട് ഇപ്പൊ നമ്മൾ ഫ്രിഡ്ജിൽ ഒരു സാധനം ഫ്രീസറിലാണ് അത് സൂക്ഷിക്കുന്നെങ്കിൽ കുറച്ചും കൂടി നിൽക്കും, ചിലപ്പോൾ മാസങ്ങളോളം നിലനിൽക്കും ഇല്ലേ. പക്ഷെ നമ്മൾ താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഭാഗം നിൽക്കില്ല ഇല്ലേ. അതൊന്ന് ചിന്തിച്ചു നോക്കി. ഫ്രീസർ ഏതൊരു സംഭവം വെക്കുമ്പോ നമുക്കത് കേടാവാതെ, ചിലപ്പോ മാസങ്ങളോളം കേടാവാതെ ഫ്രീസറിൽ നമുക്ക് സൂക്ഷിക്കാം. അതിൽ കുറഞ്ഞ ഡിഗ്രിയാണ് അല്ലെ. ഫ്രീസറിൽ താഴോട്ട് ഒരു വസ്തു വെക്കുമ്പോൾ അത് ചിലപ്പോ കൂടി വന്നാൽ ഒരാഴ്ചയോളം നിൽക്കുള്ളൂ അല്ലെ. ഫ്രീസർ ചെയ്തതിലും വ്യത്യാസമുണ്ട്. സോ ഇവിടെയും പറയുന്നത് തന്നെയാണ്, പോസിറ്റീവ് ടെമ്പറേച്ചർ ആകുമ്പോൾ ചിലപ്പോൾ ആഴ്ചകളോളം നിലനിൽക്കോളും. ആഴ്ചകൾ കഴിയുമ്പോൾ ഈ ഡെഡ് ബോഡി എന്ത് ചെയ്യാം, ജീർണിച്ചു തുടങ്ങാനായിട്ട് സാധ്യതയുണ്ട്. നെഗറ്റീവ് ടെമ്പറേച്ചർ ആകുമ്പോൾ നെഗറ്റീവിലാണ് അത് വരുന്നത്. സോ അവിടെ കുറച്ചും കൂടി ഇപ്പോ കേസ് അന്വേഷണത്തിനും മറ്റുമൊക്കെ ചിലപ്പോൾ 1 മാസത്തോളമോ 2 മാസത്തോളമോ ഈ ഡെഡ് ബോഡി നമുക്ക് സൂക്ഷിക്കേണ്ടതായിട്ട് വരും. സോ അവിടെ നമ്മൾ ഡീപ് ഫ്രീസ് ആണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ എന്താണ്, ടോട്ടലി അത് ജീർണിക്കുന്നതിന് തടയും. അത്രയും ഡീപ് ഫ്രീസ് ആയിട്ടിരിക്കുമ്പോൾ പെട്ടെന്നൊന്നും ഡെഡ് ബോഡി ഒരിക്കലും ജീർണിക്കില്ല. ഇതാണ് നെഗറ്റീവ് ടെമ്പറേച്ചറിൽ വരുന്നത്. ക്ലിയർ ആയോ? പോസിറ്റീവ് ടെമ്പറേച്ചറും നെഗറ്റീവ് ടെമ്പറേച്ചറും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ബുദ്ധിമുട്ടുണ്ടോ? ക്ലിയർ ആയോ? ഓക്കെ. ആ ടെമ്പറേച്ചറിന്റെ അളവുകൾ നിങ്ങളൊന്ന് അടയാളപ്പെടുത്തിക്കോളൂ. മീൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. പോസിറ്റീവ് ടെമ്പറേച്ചറിലാണെങ്കിൽ
2 ഡിഗ്രി സെൽഷ്യസും 4 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിലോ നെഗറ്റീവ് 50 ഡിഗ്രി സെൽഷ്യസും 25 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അല്ലെ. ഫ്രീസ് ചെയ്യുമ്പോൾ കൂടുതൽ കാലം നിലനിൽക്കും അല്ലെ. ഫ്രീസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചീത്താവാൻ പോകില്ല. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഫുഡ് ഐറ്റംസോ എന്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഫ്രീസർ ചെയ്യുമ്പോൾ ഇപ്പൊ മീറ്റും കാര്യങ്ങളൊക്കെ ഫ്രീസർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാള് മീൻസ് ഭയങ്കര ഫ്രീസായിട്ട് കട്ട പിടിച്ചിരിക്കും അല്ലെ. അങ്ങനെ നമുക്ക് കേടാവാണ്ടൊക്കെ ഇരിക്കും. പക്ഷെ അത് ഫ്രീസറിലല്ലാതെ താഴത്ത് മറ്റെവിടെയെങ്കിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് അലുത്തു പോകും. ചിലപ്പോൾ അതിൽ നിന്ന് വെള്ളം വരാൻ ചാൻസ് ഉണ്ട് ഇല്ലേ. അങ്ങനെയല്ലേ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി കേട്ടോ. പോസിറ്റീവും നെഗറ്റീവ് ടെമ്പറേച്ചർ. ഇനി നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കിയേ. പോസിറ്റീവ് ടെമ്പറേച്ചർ വായിച്ചു നോക്കാം, നെഗറ്റീവ് ടെമ്പറേച്ചർ വായിച്ചു നോക്കാം. വായിക്കുമ്പോൾ ആ ഡിഗ്രി സെൽഷ്യസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോവുക. ഓരോന്നും വായിക്കുക, ഓരോന്നിന്റെ മീനിങ് നിങ്ങൾ സ്വയം ഒന്ന് പറഞ്ഞു നോക്കുക കേട്ടോ. ഒറ്റയടിക്ക് വന്ന് വായിച്ചു പോകാനല്ല, ഓരോന്നും വായിക്കുക, നിങ്ങൾ സ്വയം ഒന്ന് അതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ. മനസ്സിലായി. മനസ്സിലാക്കി വായിച്ചു പോണേ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചെല്ലാവരോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 6th ഫങ്ഷണൽ ഏരിയ എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം റൂം അല്ലെ. നമ്മൾ പറഞ്ഞു പോസ്റ്റ്മോർട്ടം റൂം എങ്ങനെയാണെന്ന് നോക്കാം. The postmortem room is treated to be like an operation theater in all technicality. മീൻസ് എന്താണ് ഇവിടെ പറയുന്നത്? ഈ പോസ്റ്റ്മോർട്ടം റൂം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഓപ്പറേഷൻ തിയേറ്ററിന് തുല്യമാണെന്ന് അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തൊക്കെ ഉണ്ടാവും? ധാരാളം എക്യുപ്മെന്റ്സ് ഉണ്ട് അല്ലെ. ടെക്നിക്കൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഒത്തിരി ഇൻസ്ട്രുമെന്റ്സ് കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നുണ്ട്. സോ സെയിം ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഒരു പോസ്റ്റ്മോർട്ടം റൂം എന്ന് പറയുന്നത്. ഇനി the major difference between mortuary and OT is that നമ്മൾ പറഞ്ഞു ഒരു ഓപ്പറേഷൻ തിയേറ്ററിന് തുല്യമാണ് ഒരു പോസ്റ്റ്മോർട്ടം റൂം എന്ന് പറയുന്നത്. പക്ഷെ അവിടെ വരുന്നൊരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മേജർ ഡിഫറൻസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ PDF നമ്മുടെ അതിനകത്തേക്ക് നോക്കണ്ട എങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഓപ്പറേഷൻ തിയേറ്റർ ഫസ്റ്റ് എടുത്ത് നോക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞു ഓപ്പറേഷൻ തിയേറ്റർ നമ്മൾ ലേബർ റൂം പഠിച്ചു കഴിഞ്ഞതാണ് ആണോ? നിങ്ങൾ പഠിച്ചതാണോ ലേബർ റൂം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ? യെസ്. അവിടെ നമ്മൾ പറഞ്ഞു ലേബർ റൂമിൽ കയറുമ്പോൾ അല്ലേ OT-യിൽ ജീവൻ രക്ഷിക്കാനാണ്. ഓക്കെ, പറഞ്ഞതൊന്ന് ശ്രദ്ധിക്കണേ. നമ്മള് ലേബർ റൂം പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞു ഇതുപോലെ ഈ ലേബർ റൂമിനുള്ളിൽ പ്രവേശിക്കുമ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിക്കുമ്പോഴും അല്ലെ നമ്മൾ പറഞ്ഞു സെപ്പറേറ്റ് ഒരു ചെരുപ്പൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. ഇല്ലേ? ഓർമ്മയുണ്ടോ? നമ്മളുടെ സ്വന്തം ഡ്രസ് ഇട്ടിട്ടാണോ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നത്? ആണോ? അവിടെ വേറെ ധരിക്കാനായിട്ട് എക്സ്ട്രാ ഡ്രസ് ഉണ്ടാകും, അതുപോലെ തന്നെ എക്സ്ട്രാ ചെരുപ്പുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ? അത് ആർക്കും ഓർമ്മയില്ലേ?
വേറെ മാസ്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ധരിക്കും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ എക്സ്ട്രാ ഡ്രസ്സും അല്ലെങ്കിൽ ഈ എക്സ്ട്രാ ചെരുപ്പൊക്കെ നമ്മൾ ധരിക്കുന്നത്? എന്തെങ്കിലും റീസൺ ഉണ്ടോ അതിന്? ഇൻഫെക്ഷൻസ് അല്ലെ, ഇൻഫെക്ഷൻസ് പുറമേ നിന്നുള്ള ഇൻഫെക്ഷൻസ് അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻസ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ അവിടെ നിൽക്കട്ടെ. മോർച്ചറിയിലാണെങ്കിൽ എന്തായിരിക്കും? മോർച്ചറിയുടെ ഡോർ എപ്പോഴും തുറന്നിടാറുണ്ടോ? മോർച്ചറിയിൽ എനിക്കറിയാം നിങ്ങൾ കയറിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, എങ്കിലും മോർച്ചറി എപ്പോഴും ക്ലോസ് ചെയ്തിട്ടുള്ളതായിരിക്കും ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അനാവശ്യമായിട്ട് തുറന്നിട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് എപ്പോഴും ഡോറ് ക്ലോസ് ചെയ്തിട്ടായിരിക്കും അല്ലെ. എന്തുകൊണ്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്? അല്ലെങ്കിൽ അതിലേക്ക് അങ്ങനെ നമുക്ക് ആർക്ക് വേണമെങ്കിലും പ്രവേശനം അലൗഡ് അല്ല. നിങ്ങൾക്ക് ഒന്ന് മോർച്ചറി കയറി കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി കാണുമെന്ന് പറഞ്ഞാലേ സമ്മതിക്കോ? അതിന് പെർമിഷൻ ഉണ്ടോ അങ്ങനെ കയറാനായിട്ടുള്ളത്? ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഇല്ലാത്തത്? അല്ലെങ്കിൽ എപ്പോഴും ഡോർ ക്ലോസ് ചെയ്തിരുന്നു നിങ്ങൾ പറഞ്ഞു, എന്തുകൊണ്ടായിരിക്കാം? അത് ഇൻഫെക്ഷൻ ആണ് അല്ലെ. ഇൻഫെക്ഷൻ മീൻസ് ഡെഡ് ബോഡി കുറെ ദിവസം കിടന്ന ഡെഡ് ബോഡിയൊക്കെയാണ് അല്ലെ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് പുറമേലോട്ട് ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലേ. അപ്പൊ എന്താണ് വ്യത്യാസം? ഇനി നമുക്കൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. അപ്പൊ വ്യത്യാസം എന്താണെന്ന് അറിയാം, വായിച്ചു നോക്കാം. The major difference between mortuary and OT is that OT utmost care is required to avoid outside infection that enters inside, and mortuary is need to make sure that inside infection does not spread out. Clear ആയോ? നമ്മൾ പറഞ്ഞ കാര്യമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? യെസ് അല്ലെ. ഓപ്പറേഷൻ തിയേറ്റർ ആണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ പുറമേ നിന്നുള്ള ഇൻഫെക്ഷൻസ് വരാതെ ശ്രദ്ധിക്കണം. പുറത്തുനിന്ന് ഒരാൾ അകത്തേക്ക് ഇൻഫെക്ഷൻസ് കൊണ്ടുവരാതെ നമ്മൾ എന്ത് ചെയ്യാം? സൂക്ഷിക്കാം. ഇനി മോർച്ചറിയിലാണെങ്കിൽ മോർച്ചറിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് മറ്റ് വ്യക്തികളിലേക്ക് ഇൻഫെക്ഷൻസ് വരാതെ ശ്രദ്ധിക്കണം. ക്ലിയർ ആയോ? ഓരോരുത്തർ പുറത്തുനിന്ന് അകത്തേക്ക് വരാൻ പാടില്ല. ഇനി മോർച്ചറിയിലാണെങ്കിൽ മോർച്ചറിയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഇൻഫെക്ഷൻസ് വരാതെ ശ്രദ്ധിക്കണം. ക്ലിയർ ആയോ? രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അതുകൊണ്ടാണ് ഞാൻ ആദ്യം നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചത് കേട്ടോ. നമ്മൾ വെറുതെ വായിച്ചു പോയാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആവില്ല. നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചപ്പോ കുറച്ചും കൂടി ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടി ഇല്ലേ? ഒന്ന് വായിച്ചു നോക്കി. ഇനി വായിച്ചു നോക്കാം, എന്നിട്ട് ക്ലിയർ ആയില്ലെങ്കിൽ ചോദിച്ചോളൂ, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. പോസ്റ്റ്മോർട്ടം പോകുന്ന വായിച്ചു നോക്കിയേ. അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോകരുത് കേട്ടോ. OT ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി, ബാക്കി അതിന്റെ ഓപ്പോസിറ്റ് ആണ്. OT ആണെങ്കിൽ എന്താണ്? ഔട്ട്സൈഡ് ഓന്നുള്ളതില്ലേ, പുറത്തുള്ളത്, അതൊന്ന് നോക്കിയാൽ മതി. OT ഔട്ട്സൈഡ് ഇൻഫെക്ഷൻ, മോർച്ചറി ഇൻസൈഡ് ഇൻഫെക്ഷൻ. ജസ്റ്റ് നിങ്ങൾ ആ സൈഡിൽ ഒന്ന് എഴുതി വെച്ചോളൂ. സൈഡിൽ ഒന്ന് എഴുതാമോ? നിങ്ങളുടെ കോപ്പിയുടെ സൈഡിൽ തന്നെ എഴുതിക്കോളൂ. OT എഴുതാം, ഒരു ഹൈഫൻ ഇടാം. OT ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതിക്കോളൂ. ഔട്ട്സൈഡ് ഇൻഫെക്ഷൻ എഴുതാം. ഒറ്റ വാക്കിൽ നോക്കുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. ഔട്ട്സൈഡ് ഇൻഫെക്ഷൻ, OT ഔട്ട്സൈഡ് ഇൻഫെക്ഷൻ. എഴുതുന്നുണ്ടോ ഞാൻ പറഞ്ഞിട്ട്? OT outside infection. Then mortuary എഴുതാം, ഒരു ഹൈഫൻ ഇട്ടിട്ട് ഇൻസൈഡ് ഇൻഫെക്ഷൻ. മോർച്ചറി ഇൻസൈഡ് ഇൻഫെക്ഷൻ. അല്ലെങ്കിൽ ചിലപ്പോ നിങ്ങൾ ആ സെന്റൻസ് എടുത്ത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആയി പോകും അല്ലെ. ഇപ്പൊ പറഞ്ഞതൊക്കെ ഓക്കെയാണ്, ക്ലിയർ ആണെന്നൊക്കെ പറയും. നാളെ നിങ്ങൾ ഇത് എടുത്തൊന്ന് വായിച്ചു നോക്കുമ്പോൾ ചിലപ്പോ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും തരംതിരിഞ്ഞ് പോവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് വായിക്കുമ്പോ ക്ലിയർ ആവും. മോർച്ചറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻസൈഡ് ഇൻഫെക്ഷൻ.
ഓക്കെ, നെഗറ്റീവ് ടെമ്പറേച്ചറിലെ നമ്മുടെ ഡെഡ് ബോഡി -50°C ആൻഡ് -25°C തന്നെയാണ് കേട്ടോ. അവിടെ ഇത് വിട്ടുപോയിട്ടുണ്ട്, നിങ്ങളൊന്ന് കൂട്ടിച്ചേർത്തേക്ക്. -25 ഒന്ന് നെഗറ്റീവ് എന്നുള്ള ഒരു സൈൻ ഒന്ന് ഇട്ടാൽ മതി കേട്ടോ. അവിടെ PDF-ലെ ചില കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് അപ്പൊ പറയുന്നതനുസരിച്ച് ക്ലിയർ ആക്കിയാൽ മതി. ഓക്കെ, അപ്പൊ OT-യും മോർച്ചറിയും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, പിന്നെ മറന്നു പോകരുത്. നെക്സ്റ്റ് നോക്കാം, ബാക്കിയുള്ള ഫംഗ്ഷൻ ഏരിയ കൂടി ഒന്ന് നോക്കാം. ഓഫീസ് റൂം ഫോർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് പ്രോസസിംഗ്. ഓഫീസ് റൂം റെക്കോർഡുകളും മറ്റും കീപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ. ഡോക്ടേഴ്സ് റൂം, ഡോക്ടേഴ്സിന്റെ റൂം. സ്റ്റോർ റൂം. Room for technicians and assistants. Technicians markum assistants nakkulla roomgal. Then changing rooms. Dress matte karyangalൊക്കെ change ചെയ്യാനുള്ള ഒരു room. Then last one toilets. അപ്പോൾ ടോട്ടലി ഫങ്ഷണൽ ഏരിയ വരുന്നത് 12 ഫങ്ഷണൽ ഏരിയ ആണ് നമ്മൾ വായിച്ചത്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. നമ്മൾ പറഞ്ഞു കവർ ചെയ്തിട്ടുള്ള ഒരു പോർട്ടിക്കോ ഒക്കെ വേണം, കാരണം ഡെഡ് ബോഡീസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് മഴയും മറ്റൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കവേർഡ് ആയിട്ടുള്ള ഒരു പോർട്ടിക്കോ വേണമെന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞു റിസപ്ഷൻ. റിസപ്ഷൻസിൽ നമ്മൾ പറഞ്ഞു ഡെഡ് ബോഡീസ് ഒക്കെ ഒബ്സർവ് ചെയ്യാനും ഡോക്യുമെന്റ്സ് എക്സാമിനേഷൻ ഒക്കെ ചെയ്യുന്നത് റിസപ്ഷൻ ഏരിയയിൽ വെച്ചാണ്. ദെൻ ട്രോളി ബേ, ഡെഡ് ബോഡീസിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്വയർ ഫീറ്റിന്റെ അളവേ. സ്ക്വയർ ഫീറ്റ് പഠിക്കണം മീൻസ് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ, ബൈഹാർട്ട് ചെയ്തല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചോളൂ കേട്ടോ. ബാക്കി ടെമ്പറേച്ചർ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് പഠിച്ചു നോക്കണം കേട്ടോ. ടെമ്പറേച്ചർ ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, നെഗറ്റീവ് പോസിറ്റീവ് ടെമ്പറേച്ചർ, അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് നോക്കാം. സ്ക്വയർ ഫീറ്റ് പ്രാധാന്യമില്ലെന്നല്ല, ജസ്റ്റ് ഒന്ന് വായിക്കാം, സ്കിപ്പ് ചെയ്യണ്ട, ഒന്ന് മനസ്സിലാക്കി പോകാം. ഓക്കെ, ട്രോളി ബേ പറഞ്ഞു. അതുപോലെ തന്നെ വെയിറ്റിംഗ് ഏരിയ 15 മീറ്റർ സ്ക്വയറിനുള്ള വെയിറ്റിംഗ് ഏരിയ വേണം. ദെൻ പോസിറ്റീവ് ടെമ്പറേച്ചറും നെഗറ്റീവ് ടെമ്പറേച്ചറും ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ടെമ്പറേച്ചർക്ക് പ്രാധാന്യം കൊടുക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ദെൻ സ്റ്റോർ റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് എന്തെങ്കിലും സ്റ്റോർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇപ്പോ എന്തെങ്കിലും എക്യുപ്മെന്റ്സോ ഇതുപോലെ തന്നെ ട്രോളിയും മറ്റും സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. മോർച്ചറി ആയിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള സ്റ്റോർ റൂം ആണല്ലോ. അപ്പോ കൂടുതലൊന്നും വരാൻ ചാൻസ് ഇല്ല, കാരണം ഇതുപോലെ തന്നെ എന്തെങ്കിലും ട്രോളിയോ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ അതിന്റെ എക്യുപ്മെന്റ്സുകളും കെമിക്കൽസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അതായത് മൃതദേഹം സൂക്ഷിക്കാനായിട്ട് കെട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് കെമിക്കൽസും സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെയാണ് സ്റ്റോർ റൂമിൽ സൂക്ഷിക്കുന്നത്. ഓക്കെ, അപ്പൊ 12 ഫങ്ഷണൽ ഏരിയ. അപ്പൊ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാം. സ്ക്വയർ ഫീറ്റ് പഠിക്കണ്ടെന്നല്ല, വായിക്കണം. അതുപോലെ തന്നെ ഡിഗ്രി സെൽഷ്യസിന് കുറച്ച് പ്രാധാന്യം കൊടുത്ത് പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ടൈപ്പ് ഓഫ് മോർച്ചറീസ് ആണ് അടുത്ത ഭാഗത്ത് വരുന്നത്. ടൈപ്പ് ഓഫ് മോർച്ചറീസ് മെയിൻ ആയിട്ട് നമുക്ക് 3 ടൈപ്പ് മോർച്ചറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. വെയിറ്റിംഗ് മോർച്ചറി, സെക്കൻഡ് വൺ ഹോസ്പിറ്റൽ മോർച്ചറി, ദെൻ പ്രൈവറ്റ് മോർച്ചറി. 3 ടൈപ്പ് മോർച്ചറിയാണ് പഠിക്കാനുള്ളത്. അതില് ഫസ്റ്റ് വൺ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ആദ്യത്തേത് വെയിറ്റിംഗ് മോർച്ചറി. എന്തായിരിക്കും വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്? ആ ഒരു ടേമിൽ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറഞ്ഞുകൊണ്ട്? നമുക്ക് നോക്കാം എന്താണ് വെയിറ്റിംഗ് മോർച്ചറി. A waiting mortuary is mortuary building planned specifically for the purpose affirming that the deceased person are truly dead. വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്ന സെയിം മീനിങ് തന്നെയാണ്. അതായത് മരിച്ച വ്യക്തികൾ, ഇപ്പൊ ഏതെങ്കിലും ഒരു പേഴ്സൺ മരിച്ചു അല്ലെ, ഒരു വ്യക്തി മരിച്ചു എന്നെങ്കിൽ അത് അദ്ദേഹം യഥാർത്ഥത്തില് മരിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നതിനുള്ള ഒരു പ്രത്യേകം ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു ബിൽഡിംഗ് പ്ലാനഡ് ആയിട്ടുള്ള ഒരു റൂമാണ് ഈ വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. മീൻസ് ആള് മരിച്ചു എന്ന് സ്ഥിരീകരിക്കണം അല്ലെ. ഇപ്പൊ നമ്മള് ഇപ്പോ എന്തെങ്കിലും ഒരു കാരണവശാൽ ചിലപ്പോൾ ആള് വീട്ടിൽ വെച്ച് വല്ല കുഴഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ സൂയിസൈഡ് ഒക്കെ ചെയ്യുകയാണെങ്കിലും ഒരു ഡോക്ടറാണ് അദ്ദേഹം മരിച്ചു എന്ന് വിലയിരുത്തുന്നത് അല്ലെ. നമ്മളാണോ തീരുമാനിക്കുന്നത് മരിച്ചു എന്നുള്ളത്? ആണോ?
മരിച്ചു എന്ന് തീരുമാനിക്കുന്നതേ നമ്മൾ സ്വയം തീരുമാനിക്കോ ഇല്ലയോ അല്ലെ? നമുക്കറിയാം അതൊരു ഒന്നില്ലെങ്കിൽ ഈ ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കും. ഡോക്ടറാണ്, ഒരു ഡോക്ടറിനാണ് അത് സ്ഥിരീകരിക്കുന്നത്. ഇന്ന് മരണം സംഭവിച്ചിരിക്കുന്നു എന്ന് സ്ഥിരീകരിക്കേണ്ട ഉത്തരവാദിത്വം ഡോക്ടറാണ് അല്ലെ? അപ്പോ ഇതിന്റെ വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആള് മരിച്ചു എങ്കിലും മരിച്ച വ്യക്തികള് യഥാർത്ഥത്തിൽ മീൻസ് മരിച്ചു എന്ന് ഈ ഡോക്ടറും മറ്റും വിലയിരുത്തണം അല്ലെ? അപ്പൊ അതിനുള്ള ഒരു ഏരിയയാണ് ഈ വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. ആള് മരിച്ചു, ഇനി ചെറിയ എന്തെങ്കിലും ഒരു ജീവൻ ഉണ്ടോ എന്നൊക്കെ നോക്കണ്ടേ നമുക്ക് അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ ഈ ഡോക്ടേഴ്സ് തന്നെ മരിച്ചു എന്ന് വിലയിരുത്തുന്നത്. ഇപ്പോ ഒത്തിരി പ്രായമുള്ളവരൊക്കെയാണ് മരിക്കുന്നതെങ്കിലും ഇപ്പൊ വീട്ടില് ഇപ്പൊ കിടപ്പായിട്ടുള്ള രോഗികളൊക്കെ ആണെങ്കിലും വീട്ടിൽ വെച്ച് മരണപ്പെട്ടാലും നമ്മൾ വീട്ടിലേക്ക് ചിലപ്പോൾ ഡോക്ടറെ വിളിപ്പിക്കും ഇല്ലേ? അങ്ങനെയാണോ? മീൻസ് ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടർ ജസ്റ്റ് ഒന്ന് നോക്കും. ഡോക്ടറാണ് വിലയിരുത്തുന്നത്, ആള് മരിച്ചു എന്നുള്ളത് വിലയിരുത്തുന്നത് അല്ലെ? അപ്പോ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ആള് യഥാർത്ഥത്തിൽ മരിച്ചു എന്ന് വിലയിരുത്തുന്നത്. അതാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കാം. Before the emergence of modern methods of verifying death, people feared that they would be buried alive. അതായത് ഇപ്പോ ഇങ്ങനെയുള്ളൊരു നമുക്കറിയാം, ഇപ്പൊ നമ്മളുടെ ഈ ആധുനിക യുഗത്തിലാണെങ്കിൽ ഇങ്ങനെയുള്ള വെയിറ്റിംഗ് മോർച്ചറിയും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആള് മരിച്ചോ ഇല്ലയോ എന്നൊക്കെ വിലയിരുത്തുന്നുണ്ട് അല്ലെ? നമ്മൾ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മള് ബിഫോർ എമർജൻസി നമ്മളുടെ കാലങ്ങൾക്ക് മുൻപ് ഇപ്പോഴല്ല, അതിക്ക് മുൻപ് മരണം സ്ഥിരീകരിക്കുന്നതിനുള്ള ഇങ്ങനെയുള്ള വെയിറ്റിംഗ് മോർച്ചറിയൊക്കെ വരുന്നതിന് മുൻപ് തന്നെയാണെങ്കിൽ ജനങ്ങള് എന്ത് ചെയ്യും? അന്നത്തെ കാലത്താണെങ്കിൽ അവർക്ക് പേടിയായിരുന്നു. കാരണം ഒരു വ്യക്തി ഇപ്പോൾ മരിച്ചു എന്ന് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ആളുടെ ബാക്കി പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലെ? ബ്യൂറിയൽ മീൻസ് അതിനുള്ള സംസ്കരണത്തിനുള്ള പരിപാടികളൊക്കെ ചെയ്യും. നിങ്ങൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് ഫിലിമിലൊക്കെ ഒരു വ്യക്തി മരിക്കുമ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ലിപ്പിന്റെ അവിടെ ഇങ്ങനെ കൈ വെച്ച് നോക്കും ഇല്ലേ? പല ഫിലിമുകളിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആണോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ച് നോക്കും അല്ലെ? അപ്പൊ നമ്മളുടെ ആ ശ്വാസത്തിന്റെ ഇതില്ലാന്ന് പറയുമ്പോൾ മരിച്ചു അപ്പൊ തന്നെ അല്ലെ? അല്ലെങ്കിൽ മുക്കിന്റെ ഇവിടെയോ അല്ലെങ്കിൽ ലിപ്പിന്റെ ഇവിടെ ആ ഒരു ശ്വാസത്തിന്റെ അതുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യും. അല്ലെങ്കിൽ പൾസ് വെച്ച് നോക്കും അല്ലെ? മൂക്കിന്റെ അടിയില് അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങനെ ഒന്ന് നോക്കാറുണ്ട് നമ്മൾ അല്ലെ? അപ്പൊ പണ്ട് കാലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇതുപോലെ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ വെയിറ്റിംഗ് മോർച്ചറിയോ അങ്ങനെയുള്ള സജ്ജീകരണങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോ അവർക്ക് പേടിയായിരുന്നു അന്നത്തെ കാലത്ത്. കാരണം മരിച്ചോന്നൊന്നും ഉറപ്പൊന്നും ഉണ്ടാവില്ല. ചിലപ്പോ ജീവനൊക്കെ ഉണ്ടാകും അല്ലെ? പറയാൻ പറ്റില്ല. അപ്പൊ തന്നെ അതിന്റെ നടപടികൾ ചെയ്യും. അതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം. To lessen such fears that lately decreased the warehouse for a time in waiting mortuaries, where attendants would watch for signs of life. പക്ഷെ ഇങ്ങനെയുള്ള ഈ പണ്ടുകാലത്തുള്ള പേടികളൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇപ്പൊ നമ്മൾക്ക് ഇങ്ങനെയുള്ള വെയിറ്റിംഗ് മോർച്ചറീസ് എന്നുള്ള ഒരു സിസ്റ്റം ഒക്കെ വന്നിരിക്കുന്നത്. അവിടെ ഈ അറ്റൻഡൻസ് വെച്ചാൽ അവിടുത്തെ വർക്കേഴ്സ് അറ്റൻഡൻസ് എന്ത് ചെയ്യും? വുഡ് വാച്ച് ഫോർ സൈൻസ് ഓഫ് ലൈഫ്. ജീവന്റെ എന്തെങ്കിലും അടയാളങ്ങളൊക്കെ ഉണ്ടോ, ചെറിയ ജീവൻ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. അറ്റൻഡൻസ് ആണ് വന്ന് ചെക്ക് ചെയ്യുന്നത് ഈ വെയിറ്റിംഗ് മോർച്ചറിയിൽ. അപ്പൊ പഴയ ആ ഒരു ചിന്താഗതിയിൽ നിന്നുള്ള ആ പേടിയൊക്കെ കുറയ്ക്കാനായിട്ട് ഇപ്പൊ നമുക്ക് വെയിറ്റിംഗ് മോർച്ചറീസ് എന്നുള്ളൊരു സൗകര്യങ്ങളൊക്കെ വന്നു. Then the corpses would be allowed to be decomposed partially prior to burial. Burial ആണ് അത്, ബർസലല്ല, ബ്യൂരിയൽ തന്നെയാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും കേട്ടോ. ബ്യൂരിയൽ അല്ലെങ്കിൽ ബ്യൂരിയൽ എന്നൊക്കെ പറയുന്നത് നമ്മൾ സംസ്കരിക്കുക, മൃതദേഹം സംസ്കരിക്കുന്നത്. അപ്പോ ഇവിടെ പറഞ്ഞത് അതുപോലെ തന്നെ കോർപ്സസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഡ് ബോഡി എന്നാണ് കേട്ടോ മീനിങ്. ദ കോർപ്സസ് എന്ന് വെച്ചാൽ ഡെഡ് ബോഡി. ഡെഡ് ബോഡി എന്നാണ് മീനിങ്. കോർപ്സസ് ഡെഡ് ബോഡി. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഈ ഡെഡ് ബോഡീസ് ഒക്കെ ഭാഗികമായിട്ടൊക്കെ ഈ അഴുകാനായിട്ടൊക്കെ തുടങ്ങും. മീൻസ് വെയിറ്റിംഗ് മോർച്ചറിയിൽ വെച്ചാലും ചിലപ്പോ അധികം ടൈം ഒന്നും വെക്കില്ല. കാരണം അത് എന്ത് ചെയ്യാൻ തുടങ്ങും? അഴുകാനായിട്ട് ജീർണിക്കാൻ തുടങ്ങും. നമ്മൾ എത്ര ഡിഗ്രി സെൽഷ്യസിലൊക്കെ വെച്ചാൽ മാത്രമാണ് ഡെഡ് ബോഡീസ് അഴുകാനായിട്ട് ഇരിക്കുന്നത്. അപ്പൊ അത് നോർമലി അത് ചെറിയ രീതിയിലൊക്കെ അഴുകി തുടങ്ങാനും ചാൻസ് ഉണ്ട്. ഇതാണ് വെയിറ്റിംഗ് മോർച്ചറിയിൽ പറയുന്നത്. ഇനി നമുക്ക് ഹോസ്പിറ്റൽ മോർച്ചറി ഉണ്ട്, പ്രൈവറ്റ് മോർച്ചറി ഉണ്ട്. അപ്പൊ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി പറയുള്ളൂ. അപ്പോ ഇത്രയും ഫസ്റ്റ് നമ്മളിപ്പോ ഈ ഒരു ടോപ്പിക്ക് തുടങ്ങി. നമ്മള്
നീഡ് നോക്കിയിട്ടുണ്ട്, ഫംഗ്ഷൻ നോക്കി, അതുപോലെ തന്നെ പ്ലാനിങ്, ലൊക്കേഷൻ എങ്ങനെയാണ്, സ്പേസ് റിക്വയർമെന്റ് നോക്കിയിട്ടുണ്ട്, ഫങ്ഷണൽ ഏരിയ ടോട്ടലി 12. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് മീൻസ് ഡെഡ് ബോഡി ചെറിയ രീതിയിലൊക്കെ മൃതദേഹങ്ങള് ഭാഗികമായിട്ടൊക്കെ അഴുകാൻ തുടങ്ങുന്നത്. അതായത് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ജസ്റ്റ് ആൾക്ക് ജീവൻ ഉണ്ടോ, യഥാർത്ഥത്തിൽ മരിച്ചോ സ്ഥിരീകരിക്കുന്നതിന് മാത്രമാണെന്ന്. അപ്പൊ തന്നെ ബാക്കി സ്ഥിരീകരിച്ചിട്ട് ബാക്കിയുള്ള പ്രോസസ്സുകൾ ചെയ്യണമെന്ന്. അല്ലെങ്കിൽ ഡെഡ് ബോഡീസ് ചെറിയ രീതിയിലൊക്കെ അഴുകാൻ തുടങ്ങുന്നു. ജസ്റ്റ് അത് പറയുന്നത് മാത്രമല്ല കേട്ടോ, അതുമായിട്ട് വലിയ റിലേഷൻ ഒന്നും അതിന് വരുന്നില്ല. വെയിറ്റിംഗ് മോർച്ചറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മനസ്സിലാക്കാം, യഥാർത്ഥത്തിൽ ആള് മരിച്ചു എന്ന് ഡിക്ലെയർ ചെയ്യുന്ന ഒരു ഏരിയ. ഈ ചാപ്റ്ററിന്റെ നോട്ട്സ് നമ്മൾ എഴുതിയിട്ടില്ലല്ലോ, കാരണം അധികം എനിക്ക് തോന്നുന്നു സെപ്പറേറ്റ് രീതിയിൽ നോട്ട്സിന് തരേണ്ട ആവശ്യമുണ്ടോ? നോട്ട്സിന്റെ ആവശ്യമുണ്ടോ? ഇതിന് വലിയ കുഴപ്പമില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ ഈ ചാപ്റ്റർ കഴിയുമ്പോൾ ഒന്ന് പറഞ്ഞുതരാം, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം കേട്ടോ. നെക്സ്റ്റ് എക്സാമിന്റെ ഡേറ്റ് ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല, പോർഷൻസ് കംപ്ലീറ്റ് ആവണം നമുക്ക് അല്ലെ. പോർഷൻസ് കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് എക്സാമിന്റെ ഡേറ്റ് ഒക്കെ പറയുള്ളൂ. ഇതിനുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് തരും. ഓക്കെ, നമ്മൾക്ക് ഇനി ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു 1-2 ക്ലാസ്സും കൂടി നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ വേണം. ശേഷം ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അടയാളപ്പെടുത്താം കേട്ടോ. എക്സ്ട്രാ നോട്ട് അതിൽ കൂടുതൽ വേണമെങ്കിൽ ചാപ്റ്റർ കഴിഞ്ഞിട്ട് എക്സ്ട്രാ നോട്ട് തരാം കേട്ടോ. സ്റ്റഡി ലീവ് ഉണ്ടാകും. നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് കുറച്ച് സ്റ്റഡി ലീവ് ഒക്കെ തരും കേട്ടോ. എക്സ്ട്രാ നോട്ടിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് അത്യാവശ്യം എക്സ്ട്രാ ആവശ്യമുള്ളതാണെങ്കിൽ എക്സ്ട്രാ നോട്ട് കൂടി തരാം. ഓക്കെ, ഇനി ഇതിന്റെ ഇടയിൽ നോട്ട് പറയുമ്പോഴേ നമുക്ക് ആ ഒരു ഫ്ലോ പോകുമല്ലോ, അതുകൊണ്ടാണ് അതിന്റെ ഇടയ്ക്കിട്ട് നോട്ട് തരാത്തത്. ഈ മാസം ഉണ്ടാവോ എക്സാം? ഈ മാസം തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും കേട്ടോ. എക്സാമിന് വേണ്ടി വെയിറ്റിംഗ് ആണോ മിസ്സേ? ഈ മാസം ഉണ്ടാവോ? ഈ മാസം ഉണ്ടാകും മിക്കവാറും, പ്രതീക്ഷിക്കാം. ടൈം ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല ടൈം കേട്ടോ. സോറി, ഡേറ്റ് ഒന്നും നമുക്ക് അറിയില്ല എങ്ങനെയാണെന്ന്. നിങ്ങൾക്ക് ഇൻഫോർമേഷൻ തരും ആ സമയം. മോക്ക് ടെസ്റ്റിലാണെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ഈയിടെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോ. ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു? ഡാഷ് ഈസ് എ പ്രോസസ് ദാറ്റ് യൂസസ് ഹൈ ടെമ്പറേച്ചർ ടു ബ്രേക്ക് ഡൗൺ അൺസേഫ് വേസ്റ്റ് എന്നും പറഞ്ഞ. അപ്പൊ അതിന്റെ ആൻസർ പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ അല്ലേ? മറ്റേ സ്പില്ലേജ് വേസ്റ്റിന്റെ ആയിരുന്നു. ലാസ്റ്റ് പോർഷൻ. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്, ഓർമ്മയുണ്ടോ? അത് എത്രാമത്തെയാന്ന് ഓർക്കുന്നില്ല, ഫസ്റ്റോ സെക്കൻഡോ ആയിരുന്നു തോന്നുന്നു. സ്റ്റേജിലാണ്. ഓക്കെ ഓക്കെ, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ക്വസ്റ്റ്യൻ ഒന്ന് പറയാം. അപ്പൊ ഒന്ന് പറയണേ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗം നന്നായിട്ടൊക്കെ വായിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ചൊക്കെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പോയിട്ടുണ്ട്. ദെൻ ഈ ചാപ്റ്ററിന് ശേഷം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞു തരാം. എക്സ്ട്രാ നോട്ട് ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ നോട്ട് കൂടി പറഞ്ഞു തരാം. നമ്മുടെ ക്ലാസ്സിന്റെ ലാസ്റ്റ് പോയത് നമുക്ക് ഇടയ്ക്ക് വെച്ച് നോട്ട്സ് ഇതൊക്കെ പറയുമ്പോഴേ നമ്മുടെ ആ ക്ലാസ് മുന്നോട്ട് പോകില്ല. അതുകൊണ്ടാണ് കേട്ടോ, ക്ലാസ് കഴിഞ്ഞിട്ട് നോട്ട്സ്, ആവശ്യമുള്ള നോട്ട്സും തരാം, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് തരാം. ഓക്കെ, ഇവിടുത്തെ അത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആണോ എല്ലാവർക്കും? Okay. Okay, thank you. Thank you, Miss. Thank you, ma'am.